ഇപ്പൊ ബുംറ കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയുടെ ബെസ്റ്റ് പേസ് ബോളർമാര് ഷമിയും ഭുവനേശ്വറും തന്നെയാണ്. അതൊരു വസ്തുത എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ സെലക്ടർമാർക്ക് വയസ്സ് റേഞ്ചിലുള്ള ആളുകളെ വയസ്സന്മാരെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ആണെങ്കിൽ രോഹിത് ശർമ്മയും കോഹ്ലി ഇപ്പോഴും വൺഡേ കളിക്കുന്നുണ്ട്. ഷമിയുടെ കരിയർ ഇപ്പൊ ഏതാണ്ട് ഓവറായി ഇപ്പൊ ഇതോടുകൂടി മനസ്സിലാക്കാൻ ഒരു ഏതാണ്ട് ഉറപ്പായ പോലെ. ഇപ്പൊ ഭുവനേശ്വർ ടീം സെലക്ഷൻ ചിന്തിക്കുന്ന പോലും T20 ഷമി അത്ര മാത്രമേ കളിക്കുന്നുള്ളൂ, അതിനുള്ള ഫിറ്റ്നസ് ഷമിക്കുള്ളൂ. ആ ഒരു രീതിയിലാണ് തുടർച്ചയായിട്ട് 4 ദിവസം 2 T20 കളിക്കുന്നതും ഒരു വൺഡേ കളിക്കുന്നതും വലിയ വ്യത്യാസം. ഷമിക്ക് 10 വിക്കറ്റും കിട്ടി 12 മത്സരങ്ങൾ. മാത്രമല്ല ഇപ്പൊ ഡോട്ട് ബോൾസിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ടോപ്പ് 5 ഇവർ രണ്ടുപേരും ഉണ്ട്. എനിക്ക് തോന്നുന്നു റബാഡ കഴിഞ്ഞ നെക്സ്റ്റ് ഷമിയാണെന്ന് തോന്നുന്നു. അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് അതൊരു കൃത്യമായ സന്ദേശമാണ്. നിങ്ങൾക്ക് ഇനി അവസരമില്ല എന്നുള്ളൊരു സൂചന തന്നെയാണെന്ന് തോന്നുന്നു. ഈ വരുന്ന പുതിയ ബോളർമാർ എന്ന് പറയുമ്പോൾ ഗുർനൂർ സിംഗും പ്രിൻസ് യാദവും തെളിയിക്കപ്പെട്ടവരാണ്. ഇതുവരെ IPL ഒരു മത്സരം എന്തോ കളിച്ചിട്ടുള്ളൂ. ആ ഒരു കാര്യത്തില് ഒരു പ്രതീക്ഷ ഉണർന്ന ഒരു സെലക്ഷനാണ്. കാരണം IPL പെർഫോമൻസ് വെച്ചിട്ടല്ല ഇതിലെ മിക്കവരും സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ടീമില് ടെസ്റ്റ് വൺഡേ ടീമുകളായിട്ട് 4 പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ, മാനവ് സുന്ദർ, പ്രിൻസ് യാദവ്. ഇതിൽ പ്രിൻസ് യാദവ് ഒഴികെ മറ്റു 3 പേരും IPL പെർഫോമൻസ് വെച്ച് അല്ല ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് പെർഫോമൻസ് ആണ് പ്യൂർലി. അതൊരു പ്രതീക്ഷ ഉണർന്ന ഒരു സെലക്ഷൻ ആയിട്ടാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ആള് ആക്കിബ് നബി ടീമിൽ എടുത്തൂല്ല. ആക്കിബ് നബി ടീമിൽ എടുക്കാതെ IPL പെർഫോമൻസ് ഒരു കാരണം ആവുകയും ചെയ്തു. സഞ്ജുവും ആക്കിബ് നബിയും പോലുള്ളവർ ഒഴിവാക്കപ്പെടാൻ കാരണം IPL. ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്താന്നുള്ളത് വളരെ മോശമായിട്ടാണ്.